നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാത്ത ലോകമാണ് നിന്റെ മനസ്സിലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ. ഇവിടുത്തെ സെക്യൂരിറ്റി, കാർ ഡ്രൈവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇവിടുത്തെ പൂജാമുറി അങ്ങ് ഓപ്പൺ ആക്കി കൊടുക്ക്. എന്താ ചെയ്യൂ? നീ പറയ. കൃത്യമായിട്ടുള്ള മറുപടി വേണം. എന്തിനാ നീ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചത്? എനിക്ക് മറുപടി വേണമെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ബ്ലാവൊന്നുമില്ല. ചോദിച്ചതിന് മറുപടി പറ. അതെ, പ്രാർത്ഥിക്കണമെങ്കിൽ അതങ്ങ് സ്വന്തം മുറിയിൽ വെച്ച് ചെയ്താ പോരെ. പെർമിഷൻ ഇല്ല നിങ്ങൾ അതിനെ പൂജാമുറി കയറാൻ പോയേ? അല്ലെങ്കിൽ തന്നെ ഇവളൊരു അനാഥയല്ലേ. പിന്നെ ആർക്ക് വേണ്ടിട്ട് ഈ പ്രാർത്ഥനയൊക്കെ? സ്വന്തം കാര്യത്തിന് പോലും അതിന്റെ ആവശ്യമില്ല. ചത്താലെന്ത്, ജീവിച്ചാലെന്ത്? ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ, ഇവളുടെ കാര്യത്തില് എനിക്ക് തരിമ്പും വിശ്വാസമില്ല. പതുക്കെ പതുക്കെ ഇവൾ ഓരോന്നിലും കൈ കടത്തി തുടങ്ങി. നീ ഇവിടെ ഉദ്യോഗം നോക്കിയതൊക്കെ മതി. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാ എടുത്തോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? വേഗം ഇറങ്ങി പോകാൻ. എന്തോന്നാ ഇതൊക്കെ? വെള്ളരിക്കപ്പെട്ടണോ? പൂജാമുറിയിലൊന്നും കയറിയെന്നും പറഞ്ഞ് ജോലിന്ന് പറഞ്ഞു വിടാനോ? ആ കാലമൊക്കെ മാറിപ്പോയമ്മേ. ഇനി നിർമ്മലാമ്മ അവിടെ കയറി ഒന്ന് വിളക്ക് കത്തിച്ച് പോയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മേലിൽ അത് ആവർത്തിക്കരുതെന്ന് വിലക്കാം. അല്ലാതെ ജോലിന്ന് പറഞ്ഞു വിടാന്നൊന്നും ആരും കരുതണ്ട. അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ സംസാരിക്കേണ്ട ഗൗതം. നിർമ്മല ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ഓരോ കാര്യങ്ങളൊന്നും തിരുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാള് വീട്ടിലുണ്ടാവുന്നതേ ശരിയല്ല. നിർമ്മലെ, പോകാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാ നോക്ക്. അതാ നല്ലത്. അവനെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി. പോകാൻ വെളിയില്. എന്തിനാ ഇപ്പൊ നിർമ്മലാന്റി പറഞ്ഞുവിടാൻ ഇത്ര തിടുക്കം കാണിക്കുന്നത്? അറിഞ്ഞില്ലായിരുന്നോ? ഇവള് ഈ വീട്ടിലെ പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. ആന്റിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാനാ. നീയോ? നീ എന്തിനാ ഇവളോട് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? എല്ലാത്തിനും കാരണക്കാരി ആന്റി തന്നെയാണ്. ഞാനോ? ഗൗതം ബിസിനസ് തുടങ്ങാൻ പറ്റാത്ത വിഷമത്തിലിരുന്നപ്പോ രാവിലെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് നിർമ്മല ആന്റി എന്നോട് ചോദിച്ചു. പ്രാർത്ഥിക്കാനാണെങ്കിൽ ഇവിടുത്തെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചോളാം ഞാൻ തന്നെയാ പറഞ്ഞത്. അതിനിപ്പോ എന്താ കുഴപ്പം? ഗൗതമിന് ബിസിനസ് തുടങ്ങാനുള്ള പണം ആന്റിയുടെ കയ്യിലുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ മനസ്സില്ല. നിർമ്മല ആന്റിയുടെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നല്ല മനസ്സ് അവർക്കുണ്ട്. അത് നടക്കട്ടെ എന്ന് ഞാനും കരുതി. പിന്നെ സെർവന്റ് പൂജാമുറിയിലല്ലേ കയറിയത്, അല്ലാതെ ആരുടെയും ബെഡ്റൂമിലേക്ക് അനുവാദമില്ലാതെ വന്ന് കയറിയൊന്നുമില്ലല്ലോ. ഒരു സെർവന്റിന് വേണ്ടിയാണോ നീ വസുന്ധര ആന്റി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? വസുന്ധര ആന്റിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അതെ, ഒരുപാട് ഡയലോഗ് അടിച്ചേ ജയിച്ചു നിൽക്കാന്ന് കരുതരുതേ ഏട്ടത്തി. ഇനി എത്രയൊക്കെ വാക്പൈറ്റ് നടത്തിയാലും
ഈ നിൽക്കുന്ന വേലക്കാരിക്ക് ഏട്ടനും ഏട്ടത്തെയും കൂടെ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാ. എന്താ അമിത സ്വാതന്ത്ര്യം എന്നാ നീ പറയുന്നത്? നേരത്തെ ഈ വീട്ടിൽ വേലക്കാരികൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരുന്നത്? അവരോടൊക്കെ ഏട്ടൻ ഇങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരുന്നത്? ഈ ആന്റി പാവോ പ്രണവേട്ടാ. ഓ, മാത്രമല്ല ആക്സിഡന്റ് ആയി കിടന്ന ഏട്ടനെ രക്ഷിച്ചതും നിർമ്മല ആന്റി അല്ലേ? അതിന്റെ ഒരു പ്രത്യേക സ്നേഹം ഏട്ടനും ഉണ്ടാവുമല്ലോ. ദേ, ആ സ്നേഹമെല്ലാം ഇന്നത്തോടെ അവസാനിച്ചു. ആദ്യം ഇവളെ പറഞ്ഞു വിടാൻ നോക്ക്. നിർമ്മല ഇവിടുന്ന് പോകണമെന്ന് തന്നെയാ എന്റെയും ഗോപിയേട്ടന്റെ അഭിപ്രായം. അല്ല ഗോപിയേട്ട? ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒഴിവാക്കുന്നതല്ലേ മോനെ നല്ലത്. ഇനിയിപ്പോ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു എന്നുള്ളത് വലിയ തെറ്റാണെങ്കിൽ തന്നെ അതിന് അനുവാദം കൊടുത്തത് ഞാനല്ലേ? അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കേണ്ടത് എന്നെയല്ലേ അച്ഛാ? ഇനിയിപ്പോ നിർമ്മലാമ്മ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് തന്നെ വെച്ചോ. മേലിലത് ആവർത്തിക്കായിരുന്നാ പോരെ. ഇനി പൂജാമുറി വൃത്തിയാക്കാൻ പോലും നിർമ്മലാമ്മ അതിനകത്തേക്ക് കയറില്ല. പോരെ? ഓരോരുത്തർക്കും അവരർഹിക്കുന്ന സ്ഥാനമുണ്ട്. അതിനപ്പുറം കൊടുത്താൽ അത് തലവേദനയാവും. ഓർത്തോ എല്ലാവരും. വാ. എന്ത് കാണാനാടി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഓ, ഇനി എന്റെ മെക്കെട്ട് കേറിക്കോ. ഓട്ട നിർമ്മലാമ്മേ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാ. അല്ല, പാറുവിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മയുടെ ബേസിക് ക്യാരക്ടർ ഇതാണ്. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. പാറുവിന് ഇതെന്താ പറ്റിയത്? വന്ന സമയം മുതൽ നിർമ്മല അമ്മയോട് പാറു എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുപോലെ ഉണ്ടല്ലോ. എന്താ, നേരത്തെ നിങ്ങൾ തമ്മിൽ അറിയോ? നിർമ്മല അമ്മയ്ക്ക് എന്റെ പാറുവിനെ നേരത്തെ അറിയാവോ?